അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് മാഊൻ, ഖുർആനിലെ 107-ാമത്തെ സൂറത്താണ് സൂറത്ത് മാഊൻ. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാർ ചില സംഗതികൾ പറയുന്നത്. ഈ സൂറത്തിൽ 7 ആയത്തുകളാണുള്ളത്. ആ സൂറത്ത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഫദാലികല്ലദീ യദ്ഉൽ യതീം, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, വവൈലുൽ ലിൽ മുസല്ലീൻ, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, الذين هم يراءون ويمنعون الماعون. റഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ അല്ലെങ്കിൽ തള്ളിപ്പറയുന്നവനെ നീ കണ്ടുവോ? ഇവിടെ റഅയ്ത എന്ന് പറഞ്ഞാൽ കാണുക എന്നത് കണ്ണാൽ കാണുക എന്നർത്ഥത്തിലല്ല. അവനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ഖുർആൻ്റെ ചോദ്യം. കാണുക എന്നത് മലയാള ഭാഷയിൽ പോലും ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഖുർആനിൽ ഈ പദം റഅയ്ത, റഅ, അറ, ഈ പദങ്ങൾ ഖുർആനിൽ പലപ്പോഴും ചിന്തിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചതായി കാണാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ സൂറത്ത് മാഊനിൽ ഈ പദം റഅയ്ത, റഅയ്ത എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ. ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജബ്ബാർ പറയുന്നത് ദീൻ പറഞ്ഞാൽ ഇസ്ലാം മതമാണ്. അപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കാത്തവരൊക്കെ കള്ളം പറയുന്നവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അറബി ഭാഷ അറിയാത്തൊരു മനുഷ്യൻ ഏതൊരു ഭാഷയിലുള്ള ഗ്രന്ഥവും ആ ഭാഷ അറിയാത്തൊരു മനുഷ്യൻ അതിനെ നിരൂപണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ശുഷ്കത, അയാൾ വെച്ച് പുലർത്തുന്ന ബുദ്ധിഹീനത, ഇതാണ് അതിലൂടെ അയാൾ പ്രകടിപ്പിക്കണമെന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ജബ്ബാർ പറയുന്ന സംഗതികൾ കേട്ടാൽ മനസ്സിലാവുന്നൊരു സംഗതി, അയാൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ശരിക്ക് മനസ്സാക്ഷിക്കുത്തുണ്ട്, അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു നിരീശ്വരൻ, യുക്തിവാദി, അയാൾ എത്ര തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാലും അയാളുടെ ഉള്ളിൽ അത് ഒരു ചോദ്യമായിട്ട് പിന്നെയും അവശേഷിക്കുകയാണ്. കാരണം മനുഷ്യ പ്രകൃതി അവനോട് ആവശ്യപ്പെടുന്നൊരു സംഗതി ആണ് തനിക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുക എന്നുള്ളത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും യുക്തിവാദികളും നാസ്തികന്മാരും തങ്ങളുടെ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ജബ്ബാറിൻ്റെ ആ പരിഹാസ്യമായ പരിഹാസച്ചിരി അത് വിളിച്ചോതുണ്ട്. താൻ പറയുന്നത് മനസാക്ഷിക്കുത്തോടു കൂടിയാണ്. ഇവിടെ അദ്ദീൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒട്ടനവധി സ്ഥലത്ത് ഈ ദീൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറിയ കൂറും ദീൻ എന്നത് പ്രതിഫലം, വിചാരണ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സൂറത്ത് ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അവിടെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ ദിവസം എന്നല്ല. ജബ്ബാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം അതിനർത്ഥം പറയേണ്ടത്. യഥാർത്ഥത്തിൽ അവിടെ വിചാരണ അല്ലെങ്കിൽ പ്രതിഫലത്തിൻ്റെ നാൾ. കാരണം മനുഷ്യൻ ഭൂമിയിൽ വച്ച് അവൻ കൈക്കൊണ്ടിട്ടുള്ള വിശ്വാസവും തദനുസാരമായിട്ടുള്ള പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങൾ, ആ വിശ്വാസം ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. സ്വാഭാവികമായും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളും ശരിയോ തെറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് സംബന്ധമായി അവനെ വിചാരണ ചെയ്ത് അവന് ഒന്നുകിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ നൽകുക എന്നുള്ളതാണ് പരലോക ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. ഇതിനെ തള്ളിപ്പറയുക എന്നതാണ് റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല. കാരണം വിശുദ്ധ ഖുർആന് ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് അറബി ഭാഷയിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തിനും
ഇവിടെ ഇസ്ലാം ദീനുൽ ഇസ്ലാം എന്ന അർത്ഥം ആരും പറഞ്ഞില്ല. ഇനി മലയാള ഭാഷയിൽ ഖുർആന് വിവർത്തനം ചെയ്തിട്ടുള്ള ആളുകളും ആരും തന്നെ ഇവിടെ ദീൻ എന്നതുകൊണ്ട് ദീനുൽ ഇസ്ലാമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതൊക്കെ മറച്ചുവഴി വസ്തുതകൾ, ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ തൻ്റെ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കളിയിലാണ് ജബ്ബാറിൻ്റെ ഈ പരിഹാസ്യമായിട്ടുള്ള പരിഹാസച്ചിരി കൂടി നമ്മൾ കാണേണ്ടി വരുന്നത്. അപ്പോൾ അയാളുടെ മനസാക്ഷിക്കുത്ത് ഉണ്ട് അയാൾക്ക് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് അയാളുടെ ആ ചിരി തന്നെ. അപ്പോൾ ഇവിടെ റായിത്തല്ലതി യുക്കദിബു ബിദ്ദി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് തങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ വാദിക്കുന്നവർ തന്നെ ഇവിടെ മുശ്രിക്കുകളെ അല്ലെങ്കിൽ ദൈവനിഷേധികളെ, നാസ്തികന്മാരെ ഒക്കെ നമ്മൾക്ക് മാറ്റി നിർത്താം. ഇവിടെ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ പറയുമ്പോൾ അയാളുടെ യഥാർത്ഥ വിശ്വാസം എന്തെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാനുള്ള വസ്തുത ഉണ്ട്. അതേ അവസരം അയാളുടെ ശരിയായ വിശ്വാസം എന്താണെന്നുള്ളത് അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ ഇയാൾ താൻ ചെയ്യുന്ന ആരാധനാ രൂപത്തിൽ ചെയ്യുന്ന സംഗതികൾ അത് ആത്മാർത്ഥമായിട്ടാണോ അതോ അയാൾ ആളുകളെ ബോധിപ്പിക്കാൻ ചെയ്യുന്നതാണോ, ഇതൊക്കെ നേർക്ക് നേരെ അറിയാവുന്നവൻ അള്ളാഹുവാണ്. ഇത്തരത്തിലുള്ള സൽക്കർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മനുഷ്യദ്രോഹകരമായിട്ടുള്ള സാമൂഹ്യദ്രോഹകരമായിട്ടുള്ള സംഗതികൾ ചെയ്യുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് പരലോക ജീവിതത്തിൽ അവർക്ക് വേണ്ടത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നതാണൊരു വസ്തുത. അതോടൊപ്പം തന്നെ ഒരു ഗ്രന്ഥം, ഏത് ഗ്രന്ഥമായിരുന്നാലും ഖുർആൻ എന്ന് മാത്രമല്ല, ഇപ്പോൾ മലയാളത്തിലെ കവിതകൾ പോലും നമ്മളെടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും കവിതകൾ എഴുതുന്നത് തങ്ങളുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം മുമ്പിൽ വെച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ആ കവിതകൾ മറ്റുള്ളവർ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമൂഹത്തെ വിലയിരുത്തുകയും സമൂഹത്തിൽ നടമാടുന്ന അതിക്രമങ്ങളെ, അനീതികളെ അത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്നുള്ളതാണ് ലോകത്തെ എല്ലാ നവോത്ഥാന നായകന്മാർ, അത് വിപ്ലവകാരികളൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ ഉദ്ധരിച്ചിട്ടുള്ളതുപോലെ വലീദ് ഇബ്നു മുഗീറ, അതല്ലെങ്കിൽ അബൂ സുഫിയാൻ, ആരായിരുന്നാലും അവരിൽ നിന്ന് സംഭവിച്ച ഒരു സംഭവവുമായി, ഒരു അനാഥയെ അടിച്ചോടിക്കുക എന്നുള്ള സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ആളാരാണെന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഏതൊരു സംഗതിയും ഇപ്പോൾ ലോകത്ത് നിയമങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ പോലും, ഏത് ഗവൺമെൻറ്റും, ഭൗതിക ഗവൺമെൻറ്റുകൾ പോലും നിയമങ്ങൾ ആവിഷ്കരിക്കുന്നത് പോലും ഒറ്റയടിക്ക് നിയമങ്ങളും ആവിഷ്കരിക്കല്ല ചെയ്യാറുള്ളത്. സമൂഹത്തിൽ നടമാറുന്ന ചില അശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും പൊറുപ്പിക്കാൻ കഴിയാത്ത ദ്രോഹകരമായിട്ടുള്ള സംഗതികൾ, അതുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ വർദ്ധിച്ചു വരുമ്പോൾ ആ സംഗതി എങ്ങനെ നേരിടണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. വിശുദ്ധ ഖുർആനാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം തൊട്ട് മദീന ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മരിക്കുന്നത് വരെയുള്ള കാലയളവിൽ സാന്ദർഭികമായിട്ട് ഓരോ സന്ദർഭങ്ങളിലും ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അത് അവതരിക്കാൻ ചില കാരണങ്ങളുണ്ടാവും എന്നത് ശരിയാണ്. ഈ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിയമങ്ങൾ ആവിഷ്കരിക്കുകയും സമൂഹത്തെ വിലയിരുത്തുകയും നിരൂപണം നടത്തുകയും സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള കെടുകാര്യങ്ങളെ അല്ലെങ്കിൽ അതിക്രമങ്ങളെ, അനീതികളെ വിലയിരുത്തുകയും അത് വിഭാടനം ചെയ്യാനും ദൂരീകരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കുക എന്നതൊക്കെ ജബ്ബാറിനെ പോലുള്ള കുബുദ്ധികളുടെ, ഹൃസ്വബുദ്ധികളുടെ അല്ലെങ്കിൽ ഇടുങ്ങിയ മനസ്ഥിതിക്കാരുടെ വായാടോപങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിനൊന്നും വസ്തുതല്ല. ഈ രീതിയിൽ യഥാർത്ഥത്തിൽ വിവേകശാലികളായ ആരും തന്നെ കാര്യങ്ങളെ വിലയിരുത്താറുമില്ല. കാരണം സമൂഹത്തിൽ ഒരു സംഗതി പറയുമ്പോൾ അല്ലെങ്കിൽ നിയമം ആവിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തെ നിരൂപണം നടത്തുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം വെച്ച് മൊത്തം സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള അവർ കൈക്കൊള്ളേണ്ട രീതികൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ഏത് വിവേകശാലിയും ചെയ്യാം. വിശുദ്ധ ഖുർആൻ വിശേഷിച്ചു അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് തൻ്റെ മനസാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് ജബ്ബാർ ഇവിടെ
വ്യക്തിയെ അപഹസിക്കുന്നു എന്നോ പായ്യാരം പറയുന്നു എന്നൊക്കെ തൻ്റെ സാധാരണ പല്ലവി തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ അറായിത്തല്ലതി യുക്കദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഫദാലിക്കല്ലതി യദ്ഉൽ യതീം, അതിലൊരു കാരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ദീനിനെ, പരലോകത്തെ അല്ലെങ്കിൽ പരലോക വിചാരണയെ, ശിക്ഷയെ, രക്ഷയെ, അതായത് അവിടുത്തെ പ്രതിഫലത്തെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അനാഥയെ ആട്ടി അകറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അനാഥ സംരക്ഷണം എന്നത് യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന, പരലോക ജീവിതത്തിൽ തങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അനാഥയെ ആട്ടി അകറ്റുകയില്ല. അപ്പോൾ ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മാത്രമല്ല ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അവർക്ക് യഥാർത്ഥത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് അവർ ചെയ്യേണ്ടതെന്താണ് എന്നൊരു നിർദ്ദേശം കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. പരലോക ജീവിതത്തെ മുമ്പിൽ കണ്ടു പോകണം നിങ്ങൾ മുമ്പോട്ട് പോവാൻ. അത് കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതി അനാഥ സംരക്ഷണം കൈക്കൊള്ളുക എന്നുള്ളതാണ് എന്നൊരു നിർദ്ദേശവും കൂടി ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെ അപഹസിച്ചുകൊണ്ടാണ് ഇയാൾ ഇസ്ലാം എവിടെയാണ് അനാഥക്ക് സംരക്ഷണം നൽകിയിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ ദത്ത് എടുക്കുക എന്നുള്ളത് ഇസ്ലാം നിരോധിക്കുമായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. ദത്തെടുക്കുക എന്നുള്ളത് ഇയാളുടെ ഭാഷ്യമനുസരിച്ച് സമൂഹത്തിലെ അനാഥരെ മാത്രം ദത്തെടുക്കുന്നതായിട്ട് ഇയാൾ പഠിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയം തന്നെയല്ല. ദത്തെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അനാഥനാണോ അല്ല എന്നുള്ളതൊന്നും അവർ നോക്കാറില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കിട്ടിയാൽ ആ കുട്ടിയെ അവർ വില കൊടുത്ത് വാങ്ങുന്നു. എന്നിട്ട് നമ്മളെ കാലഘട്ടത്തിലും അങ്ങനെയാണ് നടക്കുന്നത് പലപ്പോഴും. എന്നിട്ട് ആ കുട്ടിയെ സ്വന്തം കുട്ടികളെപ്പോലെ വളർത്തുന്നു എന്നുള്ളതാണ്. ഈ മറ്റൊരാളുടെ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട്, സ്വന്തം മകനോ മകളോ ആയിട്ട് കാണുന്നതിലുള്ള അപാകതയും അതിലുള്ള ബുദ്ധിഹീനതയും യുക്തിഹീനതയും ഒക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ അനാഥയുമായി ബന്ധപ്പെട്ട് അനാഥ സംരക്ഷണത്തിന് ഉപയുക്തമായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ദത്തെടുക്കലാണ് എന്ന് പറയുന്നത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ദത്തെടുക്കുക എന്നുള്ളതും അനാഥയെ സംരക്ഷിക്കുക എന്നുള്ളതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിലപ്പോൾ അനാഥരായിരിക്കാം ദത്തെടുക്കപ്പെടുന്ന കുട്ടികളെന്ന് മാത്രമേ ഉള്ളൂ, എന്നല്ലാതെ അനാഥരെ മാത്രമേ ദത്തെടുക്കാറുള്ളൂ എന്ന് പറയുന്നത് ആ സംഭവത്തെ സംബന്ധിച്ചുള്ള അജ്ഞത കൊണ്ടാണ് എന്നതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനെ അപഹസിക്കാം എന്നുള്ളതാണ് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അയാളുടെ യുക്തിയിൽ തെളിയുന്നത് എന്നാണ് നമ്മൾക്ക് പറയാൻ കഴിയുക. കാരണം യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിഭദ്രമായിട്ടുള്ള സംഗതികൾ വെളിപ്പെടുത്താനുള്ളതല്ല, അത് തങ്ങൾക്ക് തോന്നുന്ന വാദഗതികൾ ഉന്നയിക്കാനുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.